ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ PYQ ഡിസ്കഷൻ്റെ ആദ്യത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് LDC 2024 കോട്ടയം കോഴിക്കോട് ജില്ലയിൽ നടന്ന എക്സാമിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ്. തുടക്കക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇനി വരാനുള്ള നമ്മുടെ ബെവ്കോ LDC, VEO, VFA, കമ്പനി ബോർഡ് LGS മുതലായ എക്സാമുകൾക്കെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ക്ലാസ് മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് വലുതായിരിക്കും. കാരണം നമ്മൾ ഓരോ ചോദ്യവും അതിൻ്റെ 4 ഓപ്ഷനും കൂടി ഡിസ്ക്രൈബ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ്സിൻ്റെ ലെങ്ത് കൂടുതലാണ് എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും കാണാതിരിക്കരുത്. കാണുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം ഇതാണ്: താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളിൽ ശരിയായത് കണ്ടെത്താനായിട്ട് നമ്മളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റായത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ മാർഗം. അല്ലെങ്കിൽ നിലവിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ അകത്ത് തെറ്റായവ കണ്ടെത്താനാണെങ്കിൽ ശരിയായത് കണ്ടെത്തുക. ഇതാണ് ഏറ്റവും എളുപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കുളച്ചൽ യുദ്ധം നടന്നത് 1748 ഈ ഒരു പ്രസ്താവന ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മൾ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു വർഷമാണ് കുളച്ചൽ യുദ്ധം നടന്ന വർഷം, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം, അതേപോലെ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം, അതേപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം. അങ്ങനെ നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കുന്ന കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാണ് ഈ പറയുന്ന കുളച്ചൽ യുദ്ധം നടന്നത്. അപ്പോൾ നമുക്കറിയാം കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. അപ്പോൾ ഈ ആദ്യത്തെ പ്രസ്താവന എന്ന് പറയുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അടുത്ത പ്രസ്താവന നമുക്ക് നോക്കാം. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ ഡച്ചു സൈന്യത്തെ പരാജയപ്പെടുത്തി. അപ്പോൾ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചു സൈന്യത്തെ പരാജയപ്പെടുത്തി. നമുക്കറിയാം, അതായത് ഡച്ചു ശക്തിക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു മാർത്താണ്ഡവർമ്മയുമായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത്, കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി എന്ന് പറയുന്നത് ഡച്ചുകാരായിരുന്നു. ഈ ഒരു പ്രസ്താവന തെറ്റായിട്ടൊരു പ്രസ്താവന ആണ്. കാരണം നമ്മൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിന്റെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നേക്കണയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നുണ്ട് കേരളത്തിലേക്ക് വന്ന ആദ്യത്തെ വിദേശി എന്ന് പറയുന്നത് ആരാണ്? ഈ പറയുന്ന പോർച്ചുഗീസുകാരാണ്. അതിനുശേഷമാണ് ഡച്ചുകാർ, അതിനുശേഷമാണ് ബ്രിട്ടീഷുകാർ, അതിനുശേഷമാണ് ഫ്രഞ്ചുകാർ വരുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ ഒരു കോഡ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മൾ പറഞ്ഞതാണ് പോഡ ബീഫ് ഫ്രൈ എന്ന് പറയുന്ന ഒരു കോഡ്. അതിൻ്റെ അകത്ത് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോർച്ചുഗീസുകാര്. രണ്ടാമതായിട്ട് വന്ന ആളാണ് ആരെന്ന് പറയുന്നത് ഡച്ചുകാര്. മൂന്നാമതായിട്ട് വന്നത് ബ്രിട്ടീഷുകാരും. നാലാമതായിട്ട് വന്നതാണ് ആരെന്ന് പറയുന്നത് ഫ്രഞ്ചുകാരെന്ന് പറയുന്നത്. അങ്ങനെ 4 പേര് ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻസ് ആരാന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് കേരളത്തിലേക്ക് വന്ന നിലവില് ഈ പറയുന്ന യൂറോപ്യൻസ് കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത്, നിലവിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന വിദേശികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറബികളും ചൈനക്കാരുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഡച്ച് ഗവർണർ ആയിരുന്ന വാൻഡ്രിഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാർ റിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ഡച്ചുകാരെന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത് ഡച്ചുകാരെന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് വന്ന രണ്ടാമത്തെ യൂറോപ്യൻസ് ആണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ ഡച്ചുകാരുടെ അകത്ത് പറഞ്ഞ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ച മക്കളെ, അതാണ് ഏതെന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാർ റിക്കസ്. 12 വാല്യങ്ങളിലായി ആംസ്റ്റർഡാമിൽ നിന്നും തയ്യാറാക്കിയ ലാറ്റിൻ ഭാഷയിൽ എഴുതിയ പുസ്തകമാണ് ഏതെന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാർ റിക്കസ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ബുക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള രാമം എന്ന പേരിൽ അറിയപ്പെട്ട ബുക്ക് ഏതാന്ന് ചോദിച്ചാൽ ഇതിന്റെ എല്ലാം ഉത്തരം ഏത് തന്നെയാണ്? ഹോർത്തൂസ് മലബാർ റിക്കസ് എന്ന് പറയുന്ന കൃതിയാന്നുള്ളതും ഇത് പബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ ഇത് ആരാണ് എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? വാൻഡ്രിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്ന് പറയുന്ന ഈ ഒരു പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ്? അതായത് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. കൃത്യമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അടുത്തതാണ് ഡച്ച് ഗവർണറായിരുന്ന വാൻഡ്രിഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാർ റിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം പ്രസ്താവനയാണ് നിലവിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബാക്കി വസ്തുതകളിലേക്ക് SCERT NCERT എല്ലാം നമുക്ക് പഠിക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നോക്കാം. 1595 ഇന്ത്യയിൽ എത്തിച്ചേർന്ന വിദേശികളാണ് ഡച്ചുകാരെന്ന് പറയുന്നത്. അപ്പോൾ എന്നാണ് ഇന്ത്യയിലേക്ക് ഡച്ചുകാർ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1595 ഇന്ത്യയിലേക്ക് ഡച്ച് ശക്തികൾ എത്തുന്നത്. 1606 ഡച്ച് കപ്പൽ വ്യൂഹം ആദ്യമായി കേരളത്തിൽ എത്തിച്ചേർന്നു. കൊച്ചി, കൊല്ലം എന്നിവയായിരുന്നു ഡച്ചുകാരുടെ കേരളത്തിലെ വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചി, കൊല്ലം എന്നിവയാണ് ഡച്ചുകാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. കൊച്ചി, കൊല്ലം എന്നിവയാണ് ഡച്ചുകാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിച്ച കന്യാകുമാരിയിലെ പ്രധാന പ്രദേശമായിരുന്നു കുളച്ചൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡച്ചുകാര് അധികാര കേന്ദ്രം സ്ഥാപിച്ച കന്യാകുമാരിയിലെ പ്രധാനപ്പെട്ട പ്രദേശമായിരുന്നു കുളച്ചൽ. എന്നാൽ മാർത്താണ്ഡവർമ്മ കുളച്ചൽ പ്രദേശം കോട്ട കെട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഇത് പിടിച്ചെടുക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമങ്ങളാണ് പിന്നീട് കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിച്ചത്. അപ്പോൾ എന്താണ് മാർത്താണ്ഡവർമ്മ കുളച്ചൽ പ്രദേശം കോട്ട കെട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചതും അതേപോലെ തന്നെ ഇത് പിടിച്ചെടുക്കാനായിട്ട് ഡച്ചുകാർ നടത്തിയ യുദ്ധമാണ് ഏതെന്ന് പറയുന്നത്? കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ ചെറുത്തുനിൽപ്പാണ് കുളച്ചൽ യുദ്ധം. അപ്പോൾ ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ ചെറുത്തുനിൽപ്പാണ് എന്തെന്ന് പറയുന്നത്? കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. അപ്പോൾ കുളച്ചൽ യുദ്ധം നടന്നത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് 1741 ഓഗസ്റ്റ് 10. അപ്പോൾ ബേസ് ലെവൽ ചോദ്യമാണെങ്കിൽ കുളച്ചൽ യുദ്ധം നടന്നത് എന്നാണ് ചോദിക്കത്തുള്ളൂ. അത് 1741 എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്താണ്, കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണെങ്കിൽ അത് വർഷവും അതേപോലെ മാസവും ദിവസവും കൂടി ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം മക്കളെ. 1741 ഓഗസ്റ്റ് 10 എന്ന് പഠിച്ചു വച്ചോ, ഉറപ്പായിട്ടും 1 മാർക്ക് അവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കുളച്ചൽ യുദ്ധത്തിന് കാരണം ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയെ എതിർത്തുകൊണ്ട് 1741 മൂത്ത റാണിയെ ഇളയിടത്ത് സ്വരൂപത്തിന്റെ ഭരണാധിപത്യത്തിൽ ഔപചാരികമായി പ്രതിഷ്ഠിച്ചതാണ്. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡച്ചുകാര് മാർത്താണ്ഡവർമ്മയെ എതിർത്ത് 1741 മൂത്ത റാണിയെ ഇളയിടത്ത് സ്വരൂപത്തിന്റെ ഭരണാധിപത്യത്തിൽ ഔപചാരികമായി പ്രതിഷ്ഠിച്ചതാണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച വിദേശികൾ ആരാന്ന് ഒരിക്കൽ PSC ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച വിദേശികളാണ് ബ്രിട്ടീഷുകാർ എന്ന് പറയുന്നത്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ സൈന്യാധിപനാണ് ആരെന്ന് പറയുന്നത്? ഡിലനോയ് എന്ന് പറയുന്നത്. അപ്പോൾ മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ സൈന്യാധിപൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ഡിലനോയ് ആണ്. വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഡിലനോയ്. അപ്പോൾ ഡിലനോയെ വിശേഷിപ്പിക്കുന്നത് ഏതു പേരിലാ? വലിയ കപ്പിത്താൻ എന്ന പേരിലാണ് ഡിലനോയെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഹോർത്തൂസ് മലബാർ റിക്കസ്, മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാർ റിക്കസ്. അപ്പോൾ മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമായിരുന്നു ഹോർത്തൂസ് മലബാർ റിക്കസ് എന്ന് പറയുന്നത്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് കേട്ടോ മക്കളെ ഈ ഹോർത്തൂസ് മലബാർ റിക്കസ് എന്ന് പറയുന്നത്. PSC ഈ പറയുന്ന ഹോർത്തൂസ് മലബാർ റിക്കസുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാർ റിക്കസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഹോർത്തൂസ് മലബാർ റിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് അഡ്മിറൽ വാൻഡ്രീഡ് ആണ്. ഒത്തിരി തവണ ചോദിച്ച മറ്റൊരു ചോദ്യം. അപ്പോൾ ഹോർത്തൂസ് മലബാർ റിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്മിറൽ വാൻഡ്രീഡ് ആണ്. കേരളാരാമം എന്നറിയപ്പെട്ടിരുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാർ റിക്കസ്. അപ്പോൾ കേരളാരാമം എന്നറിയപ്പെട്ടിരുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാർ റിക്കസ്.
ആംസ്റ്റർഡാമിൽ നിന്നും പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാർ റിക്കസ്. 1678-നും 1703 ഇടയ്ക്ക് 12 വാല്യങ്ങളിലായാണ് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. എന്നാൽ സ്കൂൾ പാഠപുസ്തകത്തിൽ 1678 മുതൽ 1693 വരെ കാലയളവാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്ഷൻ നോക്കുക. ഓപ്ഷന്റെ അകത്ത് 1678 ടു 1703 ഉണ്ടെങ്കിൽ അതായിരിക്കും ശരി. അതില്ലെങ്കിൽ മാത്രം ഈ ഓപ്ഷനിലേക്ക് പോവുക. 1678 ടു 1693. ഇത് രണ്ടും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവും. നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാനെടുത്ത സമയം എന്ന് പറയുന്നത് 2 വർഷം 11 മാസം 17 ദിവസം. അതാണ് PSCയുടെ ആൻസർ. പക്ഷേ യഥാർത്ഥത്തിൽ അതിന്റെ ആൻസർ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ്. അപ്പോൾ ഓപ്ഷൻ നോക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് ഏതാണോ ഉത്തരം വന്നിരിക്കുന്നതെന്ന് നോക്കിയിട്ട് അതെന്ത് ചെയ്യുക, നിങ്ങൾ ബബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഹോർത്തൂസ് മലബാർ റിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യത്തെ വൃക്ഷം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് തെങ്ങാണ്. ഹോർത്തൂസ് മലബാർ റിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യത്തെ വൃക്ഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് തെങ്ങാണ്. അവസാന വൃക്ഷോ അത് ആലാണ്. അവസാന വൃക്ഷം ആലും ആദ്യത്തെ വൃക്ഷം തെങ്ങുമാണ്. ഹോർത്തൂസ് മലബാർ റിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ആരാന്ന് ചോദിച്ചാൽ അത് ഇട്ടി അച്യുതനാണ്. ചില പുസ്തകങ്ങളിൽ ഹോർത്തൂസ് മലബാർ റിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി ഈഴവ വൈദ്യൻ ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാ, ഇട്ടി അച്യുതനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട്, 3 ഭട്ടുകൾ ഇവരാണ് ആര്, നിലവിൽ ഗൗഡ സാരസ്യ ബ്രാഹ്മണർ. അതായത് ഹോർത്തൂസ് മലബാർ റിക്കസിന്റെ രചനയിൽ സഹായിച്ച ഗൗഡ സാരസ്യ ബ്രാഹ്മണരാരാന്ന് ചോദിച്ചാൽ അവരാണ് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. 3 പേരെ ഓർത്തു വയ്ക്കുക. 3 ഭട്ടുമാരാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന ഹോർത്തൂസ് മലബാർ റിക്കസിന്റെ രചനയിൽ സഹായിച്ച ഗൗഡ സാരസ്യ ബ്രാഹ്മണർ. ഹോർത്തൂസ് മലബാർ റിക്കസിന്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതനാണ് ജോൺ മാത്യൂസ്. ഫാദർ മാത്യൂസ് എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇദ്ദേഹം തന്നെയാണ് ഹോർത്തൂസ് മലബാർ റിക്കസിൽ നിലവിൽ ചിത്രങ്ങൾ വരച്ച വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഫാദർ മാത്യൂസ് ആണ്. അപ്പോൾ ഹോർത്തൂസ് മലബാർ റിക്കസിന്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതൻ ആരാന്ന് ചോദിച്ചാൽ മക്കളെ ജോൺ മാത്യൂസ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഹോർത്തൂസ് മലബാർ റിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KS മണിലാലാണ്. അപ്പോൾ ഹോർത്തൂസ് മലബാർ റിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, അത് KS മണിലാലാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ പഠിക്കാനുള്ളൂ. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് ഓടിച്ചു പറയാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ഇത് കേൾക്കാനോ അല്ലെങ്കിൽ റിവിഷൻ ചെയ്യാനൊന്നും നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പുതിയ ഉദ്യോഗാർത്ഥികളൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് എല്ലാ കാര്യവും നിങ്ങൾ സെറ്റ് ആയിട്ടിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് അടുത്തൊരു എക്സാമിന് തീർച്ചയായിട്ടും ഉപകാരപ്പെടണം. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം മുതൽ എന്നാണ് വിദേശികളായിട്ടുള്ള ഡച്ചുകാര് ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ 1595 കേരളത്തിലേക്ക് ആദ്യമായിട്ട് ഡച്ചുകാർ വരുന്നത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1606 ഓർത്തു വയ്ക്കുക. ഡച്ചുകാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രമാണ് കൊച്ചി, കൊല്ലം. ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിച്ച കന്യാകുമാരിയിലെ പ്രധാനപ്പെട്ട പ്രദേശമായിരുന്നു നമ്മുടെ കുളച്ചല്. ഈ കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ എന്തിലേക്ക് പോയത്, മാർത്താണ്ഡവർമ്മയുമായി ഒരു യുദ്ധത്തിലേക്ക് പോയത്. ഇനി കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. ഇനി എന്തായിരുന്നു അതിന്റെ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് കുളച്ചൽ യുദ്ധത്തിന്റെ റീസൺ എന്ന് ചോദിച്ചാൽ, ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയെ എതിർത്തുകൊണ്ട് 1741 മൂത്തറാണിയെ ഇളയടത്ത് സ്വരൂപത്തിന്റെ ഭരണാധിപത്യത്തിൽ ഔപചാരികമായി പ്രതിഷ്ഠിച്ചത്. ഇതായിരുന്നു അതിന്റെ റീസൺ അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നത്. മാർത്താണ്ഡവർമ്മയെ സഹായിച്ചത് കുളച്ചൽ യുദ്ധത്തിൽ ആരാണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരാണ്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ സൈന്യാധിപനായിരുന്നു ആരെന്ന് പറയുന്നത്, വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ ഡിലനോയി. ഓക്കെ, ഹോർത്തൂസ് മലബാർ റിക്കസ് നമുക്കറിയാം. അതായത് മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാർ റിക്കസ് എന്ന് പറയുന്നത്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാർ റിക്കസ്. അതേപോലെ തന്നെ ഇത് ആരാണ് തയ്യാറാക്കിയത്, രചിച്ചത് എന്ന് ചോദിച്ചാൽ അഡ്മിറൽ വാൻഡ്രിഡ് ആണ്. കേരള രാമം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്,
നമ്മുടെ ഹോർത്തൂസ് മലബാർ റിക്കസ് ആണ്. ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. എന്നാണ് പ്രസിദ്ധീകരിച്ചത്? ഇതിലൊരു കൺഫ്യൂസിങ് ഉണ്ടാവരുത്. 1678 എന്നുള്ളത് മക്കളെ ഓർത്തു വയ്ക്കുക. അപ്പോൾ തുടങ്ങിയത് എന്നാണ് ഇത് പ്രസിദ്ധീകരണം? 1678 ഇനി അടുത്ത് നോക്കേണ്ടതാണ് 1703 ആൻസർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ 1678 ടു 1703 അത് ശരിയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 1678 ടു 1693 ഇത് രണ്ടും ശരിയാണ്. ഏതാണോ ഓപ്ഷനിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉത്തരമായിട്ട് എടുക്കുക. ഹോർത്തൂസ് മലബാർ റിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യത്തെ വൃക്ഷം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് തെങ്ങാണ്. അവസാന വൃക്ഷം ആലുമാണ്. ഹോർത്തൂസ് മലബാർ റിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി ഈഴവ വൈദ്യനാണ് ആരെന്ന് പറയുന്നത്? ഇട്ടി അച്യുതൻ. അതേപോലെ തന്നെ ഗൗഡസാരസ്യ ബ്രാഹ്മണർ ഇതിൽ സഹായിച്ചത് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്. ഹോർത്തൂസ് മലബാർ റിക്കസിന്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതനാണ് ജോൺ മാത്യൂസ്. അദ്ദേഹത്തെ ഫാദർ മാത്യൂസ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഹോർത്തൂസ് മലബാർ റിക്കസിലെ ചിത്രങ്ങൾ വരച്ചത് ആരാന്ന് ചോദിച്ചാൽ അതും ഫാദർ മാത്യൂസ് ആണ്. ഇനി ഹോർത്തൂസ് മലബാർ റിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KS മണിലാൽ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ഉണ്ട്, അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. അതായത് നമ്മുടെ സെക്രട്ടേറിയറ്റ്സിന്റെ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഒക്കെ ക്ലാസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ് എന്ത് ചെയ്യുക? ഒന്ന് കാണുക. അതിൻ്റെ അകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും ഇതിലും കൂടുതൽ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് താല്പര്യമുള്ളവർ വേണമെങ്കിൽ എന്ത് ചെയ്തോ അത് പോയി കണ്ടോ. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? അപ്പോൾ ഈ ഒരു ചോദ്യവും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയേക്കുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ചേറ്റൂർ ശങ്കരൻ നായർ ആരാന്നുള്ളതും അതേപോലെ തന്നെ INCയിൽ അദ്ദേഹത്തിനുള്ള പങ്ക് എന്താന്നുള്ളതും വളരെ വ്യക്തമായി നമ്മൾ പഠിച്ചു പോയതാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മുതൽ തന്നെ നമുക്ക് തുടങ്ങാം. 1885 മുതൽ 1947 വരെ ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച ഒരു ദേശീയ സംഘടനയുടെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ INC എന്ന് പറയുന്നത്. മക്കളെ ഒന്നുകൂടി പറയാം. 1885 മുതൽ 1947 വരെ ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച ഒരു ദേശീയ സംഘടനയായിരുന്നു എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് രൂപീകൃതമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായപ്പോൾ ആരായിരുന്നു അതിന്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? AO ഹ്യൂം ആണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ നാമമാണ് അലൻ ഒക്ടോവിയൽ ഹ്യൂം എന്നാണ് അറിയപ്പെടുന്നത്. INCയുടെ സ്ഥാപകൻ, INCയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി, INCയുടെ പിതാവ്, ഇത്രയും വിശേഷണങ്ങൾ ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് AO ഹ്യൂം ആണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി, ഇതെല്ലാം ആരാ? അലൻ ഒക്ടോവിയൽ ഹ്യൂം ആണ്. ഓക്കെ, ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അത് WC ബാനർജി ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായപ്പോൾ അത് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിലാണ്. പിന്നീടാണ് അത് എന്തായിട്ട് മാറിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിലേക്ക് മാറിയത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് മാറി എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദാദാഭായ് നവറോജി എന്ന് പറയുന്ന വ്യക്തിയാണ്. നമുക്കറിയാം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി, അതേപോലെ തന്നെ നിലവിൽ അദ്ദേഹം അറിയപ്പെടുന്ന അതായത് INCക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? നമ്മുടെ ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് PSC ഒത്തിരി തവണ ചോദിക്കാറുണ്ട്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം താഴെ പറയുന്നവയിൽ ആരുടേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആരുടെയാണ്? ദാദാഭായ് നവറോജിയുടെ ബുക്കാണ് എന്തെന്ന് പറയുന്നത്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബ്രെയിൻ തിയറി, അതായത് മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം എന്ന് പറയുന്നത് ആരുടെ സിദ്ധാന്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ദാദാഭായ് നവറോജിയുടെ
സിദ്ധാന്തമാണ് ഏതെന്ന് പറയുന്നത് മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? അത് ബോംബെയിലാണ്. ആദ്യ സമ്മേളനത്തിന് വേദിയാകാൻ തീരുമാനിച്ച നഗരം എന്ന് പറയുന്നത് പൂനെ ആയിരുന്നു. പൂനെയിലെ പ്ലേഗ് വന്നതിനെ തുടർന്നാണ് പിന്നീട് എങ്ങോട്ടേക്ക് മാറ്റുന്നത്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിൽ വെച്ചാണ് പിന്നീട് INCയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തികൾ എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് 72 പേരായിരുന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരാണ്. ആദ്യമായിട്ട് INC സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. അതേപോലെ തന്നെ മലയാളി ആയിട്ടുള്ള വ്യക്തി ആരാണ് INC സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതെന്ന് ചോദിച്ചാൽ അതാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ അമരാവതി INC സമ്മേളനം 1897 ചേറ്റൂർ ശങ്കരൻ നായർ, അതായത് നമ്മുടെ C ശങ്കരൻ നായർ. നമ്മുടെ ചോദ്യം അതാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് ചോദിച്ചാൽ മക്കളെ മറക്കരുത്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അമരാവതി സമ്മേളനം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 1897 അമരാവതി സമ്മേളനം. 1897 ചേറ്റൂർ ശങ്കരൻ നായർ. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് INCയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യം. നമുക്ക് ബാക്കിയുള്ള വസ്തുതകളിലേക്ക് നോക്കാം. കോൺഗ്രസ് പ്രസിഡന്റായ ഏക മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ ദക്ഷിണേന്ത്യക്കാരനും ചേറ്റൂർ ശങ്കരൻ നായരാണ്. ആദ്യം P അനന്തചാർലു. ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 1897. ഗാന്ധിയൻ സമരമാർഗത്തോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച ചേറ്റൂർ ശങ്കരൻ നായർ രചിച്ച പുസ്തകമാണ് ഗാന്ധിയും അരാജകത്വവും എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിയൻ സമരമാർഗത്തോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച C ശങ്കരൻ നായർ രചിച്ച പുസ്തകമാണ് ഗാന്ധിജിയും അരാജകത്വവും. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവാണ് ചേറ്റൂർ ശങ്കരൻ നായർ. കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ പാഴ്സി മതക്കാരനാണ് ദാദാഭായ് നവറോജി. അപ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ പാഴ്സി മതക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ മുസ്ലിമാണ് ബദ്രുദ്ദീൻ ത്യാബ്ജി. അപ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ മുസ്ലിം ബദ്രുദ്ദീൻ ത്യാബ്ജി. ചോദിച്ചേക്കണ ചോദ്യ. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വിദേശി, ഒത്തിരി തവണ ചോദിച്ച മറ്റൊരു ചോദ്യം, ആരാണ്? ജോർജ് യൂളാണ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വിദേശിയാണ് ജോർജ് യൂള്. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വില്യം വെഡർബൻ ആണ്. 2 പ്രാവശ്യം പ്രസിഡന്റായ ഏക വിദേശി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വില്യം വെഡർബൻ. 1910 വില്യം വെഡർബൻ ആകുന്നുണ്ട്. കോൺഗ്രസിന്റെ രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റ് ആണ് ഫിറോസ് ഷാ മേത്ത. കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് P അനന്തചാർലു ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 2 പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ഏക വ്യക്തിയാണ് WC ബാനർജി. അപ്പോൾ 2 പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ഏക വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ അത് WC ബാനർജിയാണ്. കോൺഗ്രസ് പ്രസിഡന്റായ മൂന്നാമത്തെ വിദേശിയാണ് ആൽഫ്രഡ് വെബ്. കോൺഗ്രസ് പ്രസിഡന്റായ മൂന്നാമത്തെ വിദേശിയാണ് ആൽഫ്രഡ് വെബ്. കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ മുസ്ലിമാണ് റഹ്മത്തുള്ള സായാനി. കോൺഗ്രസ് പ്രസിഡന്റായ 4ാമത്തെ വിദേശിയാണ് ഹെൻറി കോട്ടൺ. കോൺഗ്രസ് പ്രസിഡന്റായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിതയും ആദ്യ വിദേശ വനിതയും ആനി ബസന്റ്. അപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വനിതയും ആദ്യത്തെ വിദേശ വനിതയും ആരാന്ന് ചോദിച്ചാൽ ആനി ബസന്റ്. INC പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മക്കളെ അത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. INC പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വനിതയും ആദ്യത്തെ ഇന്ത്യൻ വനിതയും ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയത് JB കൃപലാനിയാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് JB കൃപലാനി. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിതയും മൂന്നാമത്തെ വനിതയുമാണ് നെല്ലിസൺ ഗുപ്ത. അപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിതയും മൂന്നാമത്തെ വനിതയും നെല്ലിസൺ ഗുപ്ത. സ്വാതന്ത്ര്യത്തിനു ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തിയാണ്
പട്ടാഭി സീതാരാമയ്യ. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി പട്ടാഭി സീതാരാമയ്യ. സ്വാതന്ത്ര്യത്തിനു ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വനിതയാണ് ഇന്ദിരാഗാന്ധി. കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെ വധിക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. കോൺഗ്രസിന്റെ 100ാം വാർഷിക സമയത്ത് പ്രസിഡന്റ് രാജീവ് ഗാന്ധി. അപ്പോൾ കോൺഗ്രസിന്റെ 100ാം വാർഷിക സമയത്തെ പ്രസിഡന്റാണ് രാജീവ് ഗാന്ധി. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡന്റായ വ്യക്തിയാണ് സോണിയാഗാന്ധി. 1998 to 2017 കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡന്റായ വ്യക്തിയാണ് സോണിയാഗാന്ധി എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ പ്രസിഡന്റായ വനിതകൾ, അതിന്റെ കോഡാണ് അസിൻസ് എന്ന് ഓർത്തു വെച്ചാൽ മതി. 1 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. അസിൻസ്, ASINS, അസിൻസ്. അപ്പോൾ ആദ്യത്തെ ആനി ബസന്റ്, രണ്ടാമത്തെ നെല്ലിസൺ ഗുപ്ത, മൂന്നാമത്തെ ഇന്ദിരാഗാന്ധി, നാലാമത്തെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സോണിയാഗാന്ധി. അതേപോലെ തന്നെ അപ്പോൾ ഒന്നുകൂടി പറയാം, അതായത് അസിൻസ്, ആദ്യത്തെ ആനി ബസന്റ്, രണ്ടാമത്തെ S എന്ന് പറയുന്നത് സോണിയാഗാന്ധി, മൂന്നാമത്തെ ഇന്ദിരാഗാന്ധി, നാലാമത്തെ നെല്ലിസൺ ഗുപ്ത, അഞ്ചാമത്തെ സരോജിനി നായിഡു. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. അസിൻസ് എന്ന് ഓർത്തു വെച്ചാൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ വനിതകൾ നമുക്ക് കാണാപ്പാഠം നമുക്ക് കിട്ടുന്നതായിരിക്കും. കോൺഗ്രസിന്റെ രൂപീകരണത്തിന്റെ 125ാം വാർഷികത്തിൽ പ്രസിഡന്റായത് സോണിയാഗാന്ധിയാണ്. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ സമ്മേളനമാണ് ഹരിപുര സമ്മേളനം. നടന്നത് 1938 കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ സമ്മേളനം ഏതാണ്? ഹരിപുര സമ്മേളനമാണ്. നടന്നത് 1938. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇനി കുറച്ച് വിശേഷണങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗക്കാരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് INC ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗക്കാരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത്. അതേപോലെ തന്നെ പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് വിശേഷിപ്പിച്ചു. അതേപോലെ തന്നെ യാചകരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചു. അതേപോലെ തന്നെ വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് ആരാണ്? അങ്ങനെ ഒത്തിരി വിശേഷങ്ങൾ കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ INCയുടെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിലവിൽ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ PDF നോട്ടും നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. ഒന്ന് പോയി കണ്ടാൽ മതി. നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? INCയുടെ ഫുൾ ക്ലാസ് നമ്മൾ സെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? അപ്പോൾ തെറ്റായത് കണ്ടുപിടിക്കാനാണ് കേട്ടോ ഇതിൻ്റെ അത്. അപ്പോൾ ശരിയായത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? തെറ്റായത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ആദ്യത്തെ, ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതിയായിരുന്നു. അപ്പോൾ ഓപ്ഷനുകൾ, അതായത് പ്രസ്താവനകൾ ഇതാണ്. ഇനി നമുക്ക് നോക്കാം ഏതാണ് താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, അതായത് 1ഉം 2ഉം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യത്തെ, ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാന് എന്നാണ് അറിയപ്പെടുന്നത്, അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അതേപോലെ തന്നെ എന്താണ്? ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി, ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അഗ്നിസാക്ഷി അല്ല എന്നുള്ളത് ഏതൊരു PSC ഉദ്യോഗാർത്ഥിക്കും മനസ്സിലാവും. കാരണം അഗ്നിസാക്ഷി എന്ന് പറയുന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ ആണ് അഗ്നിസാക്ഷി. ഇദ്ദേഹത്തിൻ്റെ നിലവിലത്തെ ഏതാന്ന് ചോദിച്ചാൽ അഗ്നിയുണ്ട്, പക്ഷെ സാക്ഷിയല്ല, അഗ്നി ചിറകുകളാണ്. ഓക്കെ, അപ്പോൾ അഗ്നി ചിറകുകൾ അല്ലെങ്കിൽ വിങ്സ് ഓഫ് ഫയർ എന്നതാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ. അപ്പോൾ ഇത് ലളിതാംബിക അന്തർജനത്തിൻ്റെ ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ നോക്കിയേ, ഓപ്ഷനിലേക്ക് നോക്കിയേ, അതായത് 2ാമത്തെ വന്നം 3ാമത്തെ ഇതിൻ്റെ നിലവിൽ തെറ്റാണ്. അപ്പോൾ 2 വന്നേക്കണം, 1 വന്നേക്കണതൊക്കെ എന്താണ്? അതും പറ്റത്തില്ല. 1 വന്നേക്കണത് എല്ലാം നമുക്ക് ഇതിൻ്റെ ഒന്ന് മാറ്റാം. അതേപോലെ തന്നെ 4 വന്നേക്കണം നമുക്ക് മാറ്റാം. അപ്പോൾ 4 വന്നു, ഇവിടെ 4 വന്നു, ഇവിടെ 1 വന്നു. ആകെ വരുന്നത് ഓപ്ഷൻ B മാത്രമേ ഉള്ളൂ. സിമ്പിളാണ്. അങ്ങനെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഓപ്ഷൻ എടുത്തിട്ട് ആ ഓപ്ഷനിൽ നമുക്ക് അറിയാവുന്ന ആൻസറിൻ്റെ അകത്ത് ഉള്ളത് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ തന്നെ 11ാമത്തെ രാഷ്ട്രപതിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന. അപ്പം 4 2 ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇത് രണ്ടും തെറ്റായിട്ട് പ്രസ്താവന മാറ്റാം. പിന്നെ വരുന്ന 1ാമത്തെ മിസൈൽ മാൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന് പറയുന്നത് ഡോക്ടർ APJ എന്നുള്ളത്. അത് 1ാമത്തേൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് വെട്ടാം. പിന്നെ വരുന്ന ഓപ്ഷൻ B ആണ് നമ്മുടെ ആൻസർ.
നോക്കാം. ഓപ്ഷൻ ബി, അതേപോലെ 2ഉം 3ഉമാണ് നിലവിൽ എന്തെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകാം. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക. ഓക്കെ, ഇനി കാരണം എന്താ ചോദിച്ചാൽ നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെയാണ് നമ്മുടെ മുന്നോട്ടേക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിന്റെ ജനനം 1931 ഒക്ടോബർ 15 രാമേശ്വരത്താണ് ജനിക്കുന്നത്. അപ്പോൾ കുംഭകോണം അല്ല, എവിടെയാ, രാമേശ്വരത്താണ് അദ്ദേഹം ജനിക്കുന്നത്. തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് 1931 ഒക്ടോബർ 15 ഡോക്ടർ APJ അബ്ദുൽ കലാം ജനിക്കുന്നത്. മരണം 2015 ജൂലൈ 27. മുഴുവൻ പേര് അവുൾ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ മുഴുവൻ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവുൾ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. വെരി വെരി ഇമ്പോർട്ടന്റ്. മുഴുവൻ പേര് അവുൾ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. രാഷ്ട്രപതിയാകുന്ന 11ാമത്തെ വ്യക്തി, 12ാമത്തെ രാഷ്ട്രപതിയും. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിയാകുന്ന 11ാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. രാഷ്ട്രപതിയാകുന്ന 11ാമത്തെ വ്യക്തിയും 12ാമത്തെ രാഷ്ട്രപതിയും. APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥ വെരി വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ പറഞ്ഞു അഗ്നിച്ചിറകുകൾ, അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ ആണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ എന്തെന്ന് പറയുന്നത് ആത്മകഥ. അബ്ദുൽ കലാം അവസാനമായി രചിച്ച പുസ്തകമാണ് അഡ്വാൻറ്റേജ് ഇന്ത്യ ഫ്രം ചലഞ്ച് ടു ഓപ്പർച്യൂണിറ്റി. ശ്രീജൻ പാൽ സിംഗുമായി ചേർന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആത്മകഥ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അബ്ദുൽ കലാം അവസാനമായി രചിച്ച പുസ്തകമാണ് അഡ്വാൻറ്റേജ് ഇന്ത്യ ഫ്രം ചലഞ്ച് ടു ഓപ്പർച്യൂണിറ്റി. ശ്രീജൻ പാൽ സിംഗുമായി ചേർന്നാണ് ഈ ഒരു പുസ്തകം എഴുതിയത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, APJ അബ്ദുൽ കലാം ആണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസ്സി തോമസ് ആണ്. അതും ചോദിച്ചങ്ങനെ ചോദ്യമാണ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടെസ്സി തോമസ് ആണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ ആരാന്ന് ചോദിച്ചാൽ അത് K ശിവൻ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ K ശിവൻ ആണ്. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ ആരാന്ന് ചോദിച്ചാൽ ഋതു കരിതലാണ്. ഋതു കരിതലാണ്. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഋതു കരിതലാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അബ്ദുൽ കലാം ആണ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസ്സി തോമസ് ആണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് K ശിവൻ ആണ്. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഋതു കരുതലാണ്. ഓക്കെ, ഇനി നമുക്ക് APJ അബ്ദുൽ കലാമിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം. ഓക്കെ, അപ്പോൾ APJ അബ്ദുൽ കലാമിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകമാണ് ലൈറ്റ് ഫ്രം മെനി ലാംസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു APJയുടെ കവിതാ സമാഹാരം അതാണ് യനുദായ പ്രയാണ. ഓക്കെ, അപ്പോൾ യനുദായ പ്രയാണയാണ് APJയുടെ കവിതാ സമാഹാരം. മൈ ജേണി എന്ന പേരിൽ അദ്ദേഹം തന്നെ ഇത് ഇംഗ്ലീഷിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ APJ അബ്ദുൽ കലാമിന്റെ കവിതാ സമാഹാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് മക്കളെ യനുദായ പ്രയാണ. മൈ ജേണി എന്ന പേരിലാണ് അദ്ദേഹം ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. അപ്പോൾ APJ അബ്ദുൽ കലാമിന്റെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ചോദിച്ചാൽ ലൈറ്റ് ഫ്രം മെനി ലാംസ്, എഡിറ്റഡ് ബൈ ലിലിയൻ വാട്സൺ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഏതെന്ന് പറയുന്നത് വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ. മറക്കണ്ട, ഓർത്തു വെച്ചോ. അടുത്ത നമുക്ക് കാര്യത്തിലേക്ക് നോക്കാം. രാഷ്ട്രപതിമാരും അതേപോലെ തന്നെ ഭരണ കാലഘട്ടവും. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതിമാരെന്ന് പറയുന്നത് 15 രാഷ്ട്രപതിമാരെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 15 രാഷ്ട്രപതിമാരും അവരുടെ ഭരണ കാലഘട്ടവും എന്ന് പറയുന്നത് ഓർത്തിരിക്കാനുള്ള ഒരു സിമ്പിൾ കോഡ് ഞാൻ പറയാം. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, കോഡൊന്ന് പഠിച്ചു വയ്ക്കുക. അല്ലാത്തവർ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലെവലിൽ ഇപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1950 ജനുവരി 26 1962 മെയ് 13 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആദ്യത്തെ നമ്മുടെ രാഷ്ട്രപതി. അടുത്ത് ഡോക്ടർ S രാധാകൃഷ്ണനാണ് 62 to 67. സക്കീർ ഹുസൈൻ 67 to 69. VV ഗിരി 1969 to 74. ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ് 74 to 77. നീലം സഞ്ജീവ റെഡ്ഡി 77 to 82. ഗ്യാനി സെയിൽ സിംഗ് ആണെങ്കിൽ 82 to 87. R വെങ്കിട്ടരാമൻ 87 to 92.
ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ 92-97, KR നാരായണനാണ് 97-2002, ഡോക്ടർ APJ അബ്ദുൽ കലാം 11ാമത്തെ വ്യക്തിയാണ് 2002-2007, പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ 2007-2012, പ്രണബ് കുമാർ മുഖർജിയാണ് 2012-2017, രാംനാഥ് കോവിന്ദ് 2017-2022, ദ്രൗപദി മുർമു ആണെങ്കിൽ 2022 മുതൽ ഇപ്പോൾ 2025 തുടരുന്നു. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാനുള്ള ഒരു സിമ്പിൾ കോഡാണ്. രാജുവും രാധയും സഹ്യഗിരി വഴി ഫക്രുവിനെ കാണാൻ ചെന്നപ്പോൾ നീലം സെയിൽ ചെയ്യുന്ന വെങ്കിട്ട ശർമ്മ നാരായണന്റെയും കലാമിന്റെയും പ്രതിഭയെ പ്രണമിച്ച് കോവിന്ദ് മുറുമുറുത്തു. അപ്പോൾ ഇത്ര ഓർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് 15 രാഷ്ട്രപതിമാരെ കുറിച്ചും നമുക്ക് അറിയാനായിട്ട് പറ്റും. ഞാൻ ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ രാജുവും അടുത്തത് രാധയും. ഓക്കെ, സഖ്യഗിരി, സക്കീർ ഹുസൈൻ സഖ്യഗിരി വഴി ഫക്രുവിനെ കാണാൻ ചെന്നപ്പോൾ. ഓക്കെ, ഇനി നീലം സെയിൽ ചെയ്യുന്ന, അതായത് നീലം സഞ്ജീവ റെഡ്ഡി, നീലം സെയിൽ ചെയ്യുന്ന വെങ്കിട്ട രാമൻ. ഓക്കെ, നീലം സെയിൽ ചെയ്യുന്ന വെങ്കിട്ട രാമൻ അല്ലെങ്കിൽ വെങ്കിട്ട ശർമ്മ എന്ന് ഓർത്താൽ മതി. അപ്പോൾ നീലം സെയിൽ ചെയ്യുന്ന വെങ്കിട്ട ശർമ്മ നാരായണന്റെയും അതേപോലെ തന്നെ കലാമിന്റെയും പ്രതിഭയെ പ്രണമിച്ച് എന്ത് ചെയ്തു? കോവിന്ദ് മുറുമുറുത്തു എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഈ ഒരു കോഡ് പഠിച്ചു വെച്ചാൽ ഇന്ത്യയിലെ 15 രാഷ്ട്രപതിമാരെയും നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ രാജുവും രാധയും സഹ്യഗിരി വഴി ഫക്രുവിനെ കാണാൻ ചെന്നപ്പോൾ നീലം സെയിൽ ചെയ്യുന്ന വെങ്കിട്ട ശർമ്മ നാരായണന്റെയും കലാമിന്റെയും പ്രതിഭയെ പ്രണമിച്ച് കോവിന്ദിനോട് മുറുമുറുത്തു എന്നോർത്താൽ മതി. ഓക്കെ, ഇനി APJയുടെ പ്രധാനപ്പെട്ട കൃതികൾ മക്കളെ ഒന്ന് നോക്കി വെച്ചോ. അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ ആണ് ആത്മകഥ. അടുത്തത് ഇൻസ്പയറിംഗ് തോട്ട്സ്, അതേപോലെ തന്നെ ഇൻഡൊമിറ്റബിൾ സ്പിരിറ്റ്, ചിൽഡ്രൻ ആസ്ക് കലാം, മിഷൻ ഇന്ത്യ, ദ ലൈഫ് ട്രീ, ദ ലൂമിനൻസ് സ്പാർക്ക്, അതേപോലെ ട്രാൻസെൻഡൻസ്, അതേപോലെ ഇഗ്നൈറ്റഡ് മൈൻഡ്, മൈ ജേർണി, ഇന്ത്യ 2020 എ വിഷൻ ഫോർ ദ ന്യൂ മില്ലേനിയം. കോ ഓതർ YS രാജനാണ്. അടുത്തത് യു ആർ ബോൺ ടു ബ്ലോസം, ടേക്ക് മൈ ജേർണി ബിയോണ്ട്, അരുൺ തിവാരിയോടൊപ്പമാണ് ഈ ഒരു കൃതി. ഫോർജ് യുവർ ഫ്യൂച്ചർ, ഗെയിം സോൾഡ്, ടേണിംഗ് പോയിന്റ്, എ ജേർണി ത്രൂ ചലഞ്ച്, എൻവിഷനിങ് ആൻഡ് എംപവർ നേഷൻ, ശിവദാനു പിള്ളയോടൊപ്പം ചേർന്നാണ് ഈ ഒരു കൃതി എഴുതിയത്. അപ്പോൾ ഇത്രയാണ് APJ അബ്ദുൽ കലാമിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായി പട്ടേലിനെ സഹായിച്ചത് ആരാണ്? ഒത്തിരി തവണ നമ്മൾ പഠിച്ചൊരു ചോദ്യമാണ്. ഓപ്ഷൻ നോക്കിയേ. CR ദാസ്, സുഭാഷ് ചന്ദ്രബോസ്, പോറ്റി ശ്രീരാമലു, VP മേനോൻ. അപ്പോൾ നമുക്കറിയാം നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് സർദാർ വല്ലഭായി പട്ടേലിനെ സഹായിച്ച വ്യക്തിയാണ് VP മേനോൻ. അപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായി പട്ടേലാണ്. നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് തയ്യാറാക്കിയ കരാറാണ് ലയന കരാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടി പട്ടേലും VP മേനോനും ചേർന്ന് തയ്യാറാക്കിയ കരാറാണ് ലയന കരാറ്. നാട്ടുരാജ്യ വകുപ്പ്, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്നത് 1947 മെയ്യിലാണ്. നാട്ടുരാജ്യ വകുപ്പ്, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് 565ഓളം നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവയിൽ 3 ഒഴികെ എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറായി. അപ്പോൾ നിലവിലെ ഇന്ത്യൻ യൂണിയനിൽ ചേരാതിരുന്ന നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. അപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാതിരുന്ന നാട്ടുരാജ്യങ്ങളായിരുന്നു കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. ഓക്കെ, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രിയാണ് സർദാർ വല്ലഭായി പട്ടേൽ. നമുക്കറിയാം സർദാർ വല്ലഭായി പട്ടേൽ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് സർദാർ വല്ലഭായി പട്ടേൽ. അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള രാഷ്ട്രീയ ഏകതാ ദിവസ് ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ട് ആചരിക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും വലിയ പ്രതിമ അദ്ദേഹത്തിന്റെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്തിലെ സാധു ബേഡ്ക ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. L&T കമ്പനിയാണ് ഈ ഒരു
പ്രതിമയ്ക്ക് വേണ്ടി നിർമ്മാണത്തിന് ചുമതല വഹിച്ചത്. അതേപോലെ തന്നെ റാംവി സുത്തറാണ് ഇതിൻ്റെ ശില്പി എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യമാണ് ഭാവ്നഗർ. ബിക്കാനീർ എന്നൊരു അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട്. ഓപ്ഷൻ നോക്കുക, അതിൻ്റെ ഏതാണോ കാണുന്നത് അത് ഉത്തരത്തിലേക്ക് എത്തുക. അടുത്തത് വി പി മേനോനാണ്. വി പി മേനോൻ 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ജനനം. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിരുന്ന മലയാളിയാണ് വി പി മേനോൻ. അദ്ദേഹത്തിന്റെ മുഴുവൻ നാമം മകളെ ചോദിച്ചാൽ വാപ്പാല പങ്കുണ്ണി മേനോൻ എന്നതാണ്. ഓക്കെ, അപ്പോൾ വാപ്പാല പങ്കുണ്ണി മേനോനാണ് വി പി മേനോൻ എന്നതിൻ്റെ ഫുൾ ഫോം. വി പി മേനോൻ എഴുതിയ പുസ്തകങ്ങളാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദ സ്റ്റോറി ഓഫ് ദ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ വി പി മേനോൻ എഴുതിയ 2 പുസ്തകങ്ങളൊന്ന് ഓർത്തു വെച്ചോ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദ സ്റ്റോറി ഓഫ് ദ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. വി പി മേനോൻ ഒഡീഷയുടെ ഗവർണറായ വർഷം 1951. ഓക്കെ, അപ്പോൾ വി പി മേനോൻ ഒഡീഷയുടെ ഗവർണറായ വർഷം എന്നാണ് ചോദിച്ചാൽ 1952. ഓക്കെ, അപ്പോൾ ലേനക്കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് കാശ്മീരാണ്. ഓക്കെ, അപ്പോൾ ലേനക്കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് കാശ്മീർ. കാശ്മീർ ഇന്ത്യയിൽ ലയിക്കാൻ സമ്മതിച്ചുകൊണ്ട് ലേനക്കരാർ ഒപ്പുവെച്ചത് 47 ഒക്ടോബർ 26. ഓക്കെ, അപ്പോൾ കാശ്മീർ ഇന്ത്യയിൽ ലയിക്കാൻ സമ്മതിച്ചുകൊണ്ട് ലേനക്കരാർ ഒപ്പുവെച്ചത് 47 ഒക്ടോബർ 26 എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പോളോ 1948. ഒത്തിരി തവണ PSC എക്സാമുകളിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടി ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ഓപ്പറേഷൻ പോളോ ആണ്. ഓപ്പറേഷൻ പോളോ നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1948 ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടിയായ ഓപ്പറേഷൻ പോളോ നടന്നത്. ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവാണ് രാജാ ഹരിസിംഗ്. അപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാ ഹരിസിംഗ് ആണ്. ഹൈദരാബാദ് ഇന്ത്യയിൽ ലയിക്കുമ്പോൾ നൈസാം മിർസ ഉസ്മാൻ അലിയാണ്. മിർ ഉസ്മാൻ അലിയാണ്, അലിഖാനാണ്. ഹൈദരാബാദ് ഇന്ത്യയിൽ ലയിക്കുമ്പോൾ നൈസാം മിർ ഉസ്മാൻ അലിഖാൻ. ജുനഗഡിൽ ഇന്ത്യൻ യൂണിയൻ ചേരണമെന്ന് ആവശ്യപ്പെട്ട് ഉയർന്നു വന്ന ജനകീയ സമരത്തിന്റെ നേതാവാണ് സമൽദാസ് ഗാന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ജുനഗഡിൽ ഇന്ത്യൻ യൂണിയൻ ചേരണമെന്ന് ആവശ്യപ്പെട്ട് ഉയർന്നു വന്ന ജനകീയ സമരത്തിന്റെ നേതാവാണ് സമൽദാസ് ഗാന്ധി. ജുനഗഡിൽ റഫറണ്ടം നടന്നത് 1948 ഫെബ്രുവരി 24 ജുനഗഡിൽ റഫറണ്ടം നടന്നത്. ലയനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടി വന്ന വകുപ്പുകളായിരുന്നു പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം. ഓക്കെ, അപ്പോൾ ലയനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടി വന്ന വകുപ്പുകളാണ് പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം. 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളായിരുന്നു പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. അപ്പോൾ 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. 1961 പോർച്ചുഗൽ ഇന്ത്യക്ക് കൈമാറിയ അധിനിവേശ പ്രദേശങ്ങളായിരുന്നു ഗോവ, ദാമൻ, ദിയു. ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങളാണ് കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. ലയനക്കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് കാശ്മീർ. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ പോളോ. നടന്നത് 1948. അമരജീവി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി, നമ്മൾ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നതാണ്. അമരജീവി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമലു. സ്വരാജ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കളാണ് CR ദാസ്, മോത്തിലാൽ നെഹ്റു, വിതൽഭായ് പട്ടേൽ, ഹക്കീം അജ്മൽ ഖാൻ, മദൻ മോഹൻ മാളവ്യ. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അത് CR ദാസ് ആണെന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് മക്കളെ CR ദാസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആണ് സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് ആണ്
സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് CR ദാസ് ആണ്. ഓക്കെ, അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരാണ് എന്ന് ചോദിച്ചാൽ അത് CR ദാസ് ആണ്. റഫറണ്ടം ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് ജുനഗഡ്. അപ്പോൾ റഫറണ്ടം അതായത് ജനഹിത പരിശോധന എന്നുള്ളതാണ് അതിന്റെ മലയാളം. അപ്പോൾ ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് ജുനഗഡ്. ഓക്കെ, ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ, അതാണ് അഞ്ചാമത്തെ നമ്മുടെ ലാസ്റ്റ് ചോദ്യം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ, ലൂയി 14. ഇതിൻ്റെ അകത്ത് ലൂയി 14 എന്ന് പറയുന്ന ആളെ നമുക്ക് ഉത്തരത്തിൽ നിന്ന് അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകന്മാരും തത്വചിന്തകന്മാരും ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് മൂന്ന് പേരാണ്. ഒന്ന് റൂസോ, മറ്റൊന്ന് വോൾട്ടയർ, മറ്റൊന്ന് മോണ്ടസ്ക്യൂ. ഈ ചോദ്യങ്ങൾ എപ്പോഴും PSC എക്സാമുകളിൽ വരാറുമുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം. ഒന്നെങ്കിൽ ചോദിക്കും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ നിഴലിക്കുന്ന അത് ആരുടെ ആദർശങ്ങളാണ്, അല്ലെങ്കിൽ ആരുടെ ആശയങ്ങളാണ്, അല്ലെങ്കിൽ ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? അങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് വോൾട്ടയറും റൂസോയും മോണ്ടസ്ക്യൂ. ഇതിൻ്റെ അകത്ത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അത് റൂസോയാണ്. ഓക്കെ, റൂസോ എന്ന് പറയുന്ന വ്യക്തി ജനിച്ചത് സ്വിറ്റ്സർലൻഡിലാണ്. ഇദ്ദേഹത്തിന്റെ ആശയങ്ങളാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ആരുടെ ആശയങ്ങളാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂസോന്റെ ആശയങ്ങളാണ്. റൂസോയുടെ പ്രശസ്തമായ കൃതിയാണ് ദ സോഷ്യൽ കോൺട്രാക്ട്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. റൂസോയുടെ പ്രശസ്തമായ കൃതി താഴെ പറയുന്നവയിൽ ഏതാണ്? ദ സോഷ്യൽ കോൺട്രാക്ട്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ, ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്റ്റിനാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ മക്കളെ? സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എമിലിയാണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതിയാണ് എമിലി. റൂസോയുടെ ആത്മകഥയാണ് കുംഭസാരങ്ങൾ. കൺഫെഷൻ എന്ന് പറയുന്നത് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂസോയുടെ ആത്മകഥയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ, റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അത് ലിയോ ടോൾസ്റ്റോയ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ റൂസോ ആണ്. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ ലിയോ ടോൾസ്റ്റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. പാകിസ്ഥാന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാൽ ആണ്. പാകിസ്ഥാന്റെ പ്രവാചകൻ. ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാട്ടാണ്. ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാട്ട്. ആധുനിക റഷ്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പീറ്റർ ചക്രവർത്തിയാണ്. ഇന്ത്യയുടെ പിതാമഹൻ ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യയുടെ പിതാമഹൻ. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാലഗംഗാധര തിലകാണ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക്. ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാരാണ് റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവവും തത്വചിന്തകരും എന്ന് പറയുന്ന ഒരു കോളം തന്നെ നമുക്ക് SCRT പഠിക്കാനുണ്ട്. അതിൻ്റെ അകത്ത് വരുന്നതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാരിൽ ഒന്നാമത്തെ വ്യക്തിയാണ് റൂസോ, 2 വോൾട്ടയർ, 3 മോണ്ടസ്ക്യൂ. ഫ്രഞ്ച് ചിന്തകനായ വോൾട്ടയർ യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയാണ് പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ ഫ്രഞ്ച് ചിന്തകനായ വോൾട്ടയർ യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹത്തിന് പ്രാധാന്യം നൽകിയ തത്വചിന്തകൻ. വോൾട്ടയറിന്റെ പ്രധാന കൃതിയാണ് ഏജ് ഓഫ് ലൂയി 14. ഏജ് ഓഫ് ലൂയി 14. അപ്പോൾ ഒന്ന് ഓർത്തു വെച്ചോ, വോൾട്ടയറിന്റെ പ്രധാന കൃതിയാണ് ഏജ് ഓഫ് ലൂയി 14. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകനാണ് മോണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകനാണ് മോണ്ടസ്ക്യൂ. മോണ്ടസ്ക്യൂവിന്റെ പ്രധാന കൃതിയാണ് നിയമങ്ങളുടെ അന്തസത്ത. കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്.
നിയമങ്ങളുടെ അന്തസത്ത, അതിൻ്റെ ഇംഗ്ലീഷാണ് ദ സ്പിരിറ്റ് ഓഫ് ലോ. ആരുടെയാണെന്ന് ചോദിച്ചാൽ മോണ്ടസ്ക്യൂവിൻ്റെ കൃതിയാണ് നിയമങ്ങളുടെ അന്തസത്ത. ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഭരണാധികാരിയാണ് ലൂയി 14. ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത്. അപ്പോൾ അത്രയാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് കുറച്ച് അഡീഷണൽ പോയിന്റ്സ് കൂടി ഞാനൊന്ന് ഓടിച്ചു പറയാം. അതായത് നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് 17-18 നൂറ്റാണ്ടുകളിലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന ലൂയി രാജാക്കന്മാര് ഏത് രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണെന്ന് ചോദിച്ചാൽ അത് ബോർബൻ രാജവംശം. ചില പുസ്തകങ്ങളിലൊക്കെ ബൂർബൻ രാജവംശം എന്നും കിടക്കുന്നുണ്ട്. അപ്പോൾ ബോർബൻ അല്ലെങ്കിൽ ബൂർബൻ രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരായിരുന്നു 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസ് ഭരിച്ചിരുന്നത്. 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിന്റെ അധികാര കേന്ദ്രമായിരുന്ന കൊട്ടാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? വേഴ്സായി കൊട്ടാരമാണ്. അപ്പോൾ ഫ്രാൻസിന്റെ അധികാര കേന്ദ്രമായിരുന്നത് 17-18 നൂറ്റാണ്ടുകളിൽ ഏത് കൊട്ടാരമാണെന്ന് ചോദിച്ചാൽ വേഴ്സായി കൊട്ടാരമാണ്. അതേപോലെ തന്നെ ഫ്രാൻസ് അന്ന് 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിന്റെ സമൂഹത്തെ തിരിച്ചിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിരുന്നത്. അപ്പോൾ എസ്റ്റേറ്റുകളായിട്ടാണ് ഫ്രാൻസിന്റെ സൊസൈറ്റിയെ അന്ന് തിരിച്ചിരുന്നത്. അങ്ങനെ നമുക്ക് പഠിക്കാനുള്ളത് 3 എസ്റ്റേറ്റുകളെ കുറിച്ചാണ്. ഫസ്റ്റ് എസ്റ്റേറ്റ് അത് ക്ലർജി അല്ലെങ്കിൽ പുരോഹിതന്മാരാണ്. രണ്ടാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ആണ് ലാൻഡ് ലോർഡ്സ്, അതായത് പ്രഭുക്കന്മാരെന്നറിയപ്പെടുന്ന ആളുകൾ. മൂന്നാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട ആൾക്കാരെ നമുക്ക് വീണ്ടും 3ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെ പ്രൊഫഷണൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗം, രണ്ടാമത്തെ ഫാർമേഴ്സ്, മൂന്നാമത്തെ ഫാക്ടറി ലേബേഴ്സ്. അങ്ങനെ 3 വിഭാഗങ്ങൾ ഉൾക്കൊണ്ടതായിരുന്നു ഫ്രാൻസിന്റെ സൊസൈറ്റി എന്ന് പറയുന്നത്. രാജാവിന്റെ കുത്തഴിഞ്ഞ ഭരണവും ഉപരിവർഗത്തിന്റെ ജന്മിത്വത്തിനുമെതിരെ രാഷ്ട്രീയ കലാപമാണ് ഏതെന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. ഏതൊരു വിപ്ലവം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ വിപ്ലവത്തിന്റെ എല്ലാം ട്രിഗർ അല്ലെങ്കിൽ പെട്ടെന്നുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളായിരിക്കും. ഇവിടെയും അങ്ങനെ ഉണ്ടായ ഒരു ചെറിയ പ്രശ്നം, അതാണ് ബാസ്റ്റിൽ ജയിൽ ആക്രമണം എന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് 3 എന്ന് പറയുന്ന ഒരു നമ്പർ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ഫ്രാൻസിന്റെ സൊസൈറ്റി എന്ന് പറയുന്നത് എത്രയായിട്ടാണ് തരംതിരിച്ചതെന്ന് ചോദിച്ചാൽ അത് 3 എണ്ണമായിട്ടാണ്. അതേപോലെ തന്നെ ഫ്രാൻസിൽ 17-18 നൂറ്റാണ്ടുകളിൽ നിലനിന്നിരുന്ന നികുതികൾ എന്ന് പറയുന്നത് എത്ര എണ്ണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും 3 എണ്ണമാണ്. അങ്ങനെ 3 എന്ന് പറയുന്ന ഒരു സംഖ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമാണ് ഫ്രഞ്ച് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുമ്പോൾ. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് നിലനിന്നിരുന്ന ഒരു ടാക്സ് ആയിരുന്നു ഗബല്ലെ എന്ന് പറയുന്നത്. ഉപ്പിന്റെ ഉപഭോഗവുമായി സംബന്ധിച്ച് ഈടാക്കിയിരുന്ന ഒരു നികുതിയാണ് എന്തെന്ന് പറയുന്നത് ഗബല്ലെ എന്ന് പറയുന്ന നികുതി. ഈ ഒരു നികുതി ഫ്രാൻസിൽ എന്ത് ചെയ്യുകയാണ്? ലൂയി 14 ഒക്കെ കാലത്താവുമ്പോഴത്തേക്കും ഇത് നിർത്തലാക്കുകയാണ്. അതായത് 1790. പിന്നീട് നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ടാണ് ഈ നികുതി വീണ്ടും കൊണ്ടുവരുന്നത്. അത് 1806 കൂടി ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് ഫ്രാൻസിൽ ഉണ്ടായിരുന്ന കച്ചവട സംഘം അല്ലെങ്കിൽ മധ്യവർഗത്തിൻ്റെയും അതേപോലെ തന്നെ ഉന്നതരുടെയും ഇടയിൽ കച്ചവടം നടത്തിയിരുന്ന ഒരു മധ്യവർഗമായിരുന്നു ഏതെന്ന് പറയുന്നത്. അവരെയാണ് ബൂർഷ്വാസി എന്ന പേരിൽ അറിയപ്പെട്ടത്. അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം നഗരവാസി എന്നുള്ളതാണ്. അപ്പോൾ ബൂർഷ്വാസി എന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഗരവാസി എന്നതാണ്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഇനി എന്താണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ആരാണ് ഫ്രാൻസ് ഭരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൂയി 16. അങ്ങനെ 3 രാജാക്കന്മാരാണ് അവിടെ അന്ന് ഭരിച്ചിരുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ നിലവിൽ ആ ഒരു സമയത്ത് നടന്ന മനുഷ്യാവകാശ പ്രഖ്യാപനവും അതേപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് 1789 ജൂൺ 20. ബാസിൽ ജയിൽ ആക്രമണം എന്ന് പറയുന്നത് 1789 ജൂലൈ 14. ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് 1789 ഓഗസ്റ്റ് 12 ഓർത്തു വയ്ക്കുക. ഇത്രയും ഡേറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയെങ്കിലും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർക്ക് അത് കാണണമെന്നുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ പഠിപ്പിച്ച് തന്നെയാണ് നിങ്ങൾക്ക്
തന്നിരിക്കുന്നത്. കാരണം ആദ്യമായിട്ട് കാണുന്നൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂസിങ്ങും ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ഓരോന്നും മനസ്സിലാക്കി തന്നെ പോകുന്നത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചേക്കുക. ഒരു 1K ലൈക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ PDF നോട്ട് ഇടാം. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ആരും ഇത് കാണത്തില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ PDF നോട്ടും നിങ്ങൾ 1-2 പ്രാവശ്യം വായിച്ചാൽ മതി. അതിനുശേഷം ഈ ക്ലാസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചായിട്ടുള്ള ഈ ഒരു സീരീസിൽ ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എന്ത് ചെയ്യുക, ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.